സർക്കാർ ജീവനക്കാരുടെ DA/DR കുടിശ്ശിക അനുവദിച്ച ഉത്തരവായി. സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കുമായി ലഭ്യമാക്കിയ DAയ്ക്ക് മുൻകാല പ്രാബല്യം നൽകി കുടിശ്ശികയും അനുവദിച്ചാണ് ഉത്തരവായത്. സർവീസ് പെൻഷൻകാരുടെ DR കുടിശ്ശികയും ലഭിക്കും. ഷീജ തന്നെയാണ് വിവരങ്ങളുമായി തുടരുന്നത്. ഷീജ, ഈ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും അക്ഷയതലം DA/DR കുടിശ്ശിക അനുവദിക്കുന്ന കാര്യത്തിൽ നേരത്തെ തന്നെ തീരുമാനമായിരുന്നു. അതിന്റെ ഉത്തരവാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കുമായി ലഭ്യമാക്കിയ DAയ്ക്ക് മുൻകാല പ്രാബല്യം നൽകിക്കൊണ്ടും കുടിശ്ശിക നൽകി കുടിശ്ശിക അനുവദിച്ചുകൊണ്ടാണ് ഉത്തരവായിരിക്കുന്നത്. സർവീസ് പെൻഷൻകാരുടെ DR കുടിശ്ശികയും ഇതിനൊപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും. നേരത്തെ അനുവദിച്ച് DA/DR ഗഡുക്കളെല്ലാം തന്നെ മുൻകാല പ്രാബല്യം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ കുടിശ്ശിക അനുവദിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതായത് ഈ ബജറ്റിന്റെ അവതരണ വേളയിൽ ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു DA/DR കുടിശ്ശിക അത് പൂർണ്ണമായും നൽകി തീർക്കും എന്നുള്ളത്. അത് 2 മാസങ്ങളിലായി, ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി കൃത്യമായ രീതിയിൽ തന്നെ വിതരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതിനുള്ള നടപടികൾ കൂടിയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് 13% കുടിശ്ശിക അത് പൂർണ്ണമായും നൽകിക്കൊണ്ടുള്ള ഉത്തരവ് കൂടി ഇറങ്ങിയിരിക്കുന്നത്. ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.